ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. രാത്രിയിലേക്ക് ഫുഡ് ഉണ്ടാക്കുന്നതും അങ്ങനെയെല്ലാം ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണ്. കൂടെ നല്ലൊരു ആവോലി മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്ത് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ കോയൊക്കെ പിടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാൻ വിചാരിച്ചേട്ടാ. പിന്നെ നാളത്തേക്ക് വറുക്കാൻ വേണ്ടിയിട്ട് പറിച്ച് വെക്കാൻ വിചാരിച്ച്. അധികം മൂത്താൽ അത്ര രസം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇത്ര ആകുമ്പോൾ ഒന്ന് പറിക്കാൻ വിചാരിച്ച്. പിന്നെ വെച്ചാൽ എന്തെങ്കിലും രണ്ട് മൂന്ന് കോയൊക്കെ ഇങ്ങനെ എന്തോ പുഴുവാട്ടം തോന്നിയിട്ടുണ്ടായിന്. അതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ പറിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്ര പോരെ കിട്ടിയിട്ടുണ്ടായിട്ടു. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ മുളക് ഉണ്ടായിന് കേട്ടോ. പച്ചമുളക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതും ഒന്ന് പറിച്ചെടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇത് വേറൊരു മുളകിൻ്റെ തയ്യാന്ന് കേട്ടോ. ഇതിലങ്ങനെ മുളക് പിടിച്ചാൽ കാണലേ ഇല്ല. നല്ലൊരു മുളകിൻ്റെ പച്ചമുളകിൻ്റെ കളറും ഇലൻ്റെ കളറും എല്ലാം ഒരേപോലെയാണ്. അപ്പോൾ ഇതിങ്ങനെ സൈഡിലെല്ലാം പിടിച്ചാലൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ അതും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവക്കാട് ജ്യൂസ് അടിക്കാൻ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ചോറെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ജ്യൂസ് അടിച്ച് കുടിക്കാൻ വിചാരിച്ച്. അവക്കാട് ഉണ്ടായിന് ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ഒന്ന് അടിച്ച് കുടിക്കാൻ വിചാരിച്ച്. അപ്പോൾ അതെല്ലാം ആക്കിയിട്ട് മിക്സിയിൽ വെച്ചിട്ടുണ്ടായിന്. അവക്കാട് ഉള്ളിയിട്ടെല്ലാം. അപ്പം പാല് നല്ലതുപോലെ ഉറച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് കുത്താൻ ഭയങ്കര പണിയുണ്ടായിന്. അപ്പോൾ അതും കുത്തിയിട്ട് നല്ല ഷെയ്ക്ക് അടിക്കാൻ വിചാരിച്ചേട്ടാ. അപ്പോൾ ഈ അവക്കാട് ഇങ്ങനെ ഒരു കൊട്ട പാലിൽ തന്നെ പിന്നെ അടിച്ചെടുത്താൽ നല്ലോണം ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ടായും ചെയ്യും കേട്ടോ. ഇതിൽ നട്ട്സ് അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് നല്ലോണം കട്ടിക്ക് തന്നെ അടിച്ചിട്ടുണ്ടായിന്. അപ്പം മക്കൾക്കെല്ലാം കട്ടിക്ക് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പം പിന്നെ ഞാൻ കുറച്ചേ കുടിക്കുന്നില്ല. ഞങ്ങൾക്കിങ്ങനെ പിന്നെ അലർജീൻ്റെ ഇതായതുകൊണ്ട് പിന്നെ അങ്ങനെ തണുപ്പൊന്നും അധികം കഴിച്ചുകൂടാ. അപ്പം പിന്നെ ഞാൻ കുറച്ചേ എടുത്തിട്ടുണ്ടായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആവോലി മുറിക്കാനെടുത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഇത് മുറിക്കണം. ഇത് പിന്നെ ചൂളിയെല്ലാം കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ചൂളി ഉണ്ടായിന് കേട്ടോ ഇതിൻ്റെ പുറത്തെല്ലാം. അപ്പോൾ ഇത് ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ. ഇത് മുതുമന ആയിട്ട് തന്നെ ഇങ്ങനെ പൊരിച്ചിട്ട് പൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ ആദ്യം കറി വെക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ കറി വെച്ചാൽ മക്കളൊന്നും കൂട്ടുന്നില്ല മീൻ. ഞാൻ പറഞ്ഞിട്ടേ മീൻ എൻ്റെ മോനൊന്നും കഴിക്കൂല. അപ്പം അവരോട് ഇങ്ങനെ ഞാൻ ചോദിച്ച് എന്നാക്കേണ്ടത് ഈ മീൻ വെച്ചാൽ നിങ്ങൾ കഴിക്കുമോ, കറി വെച്ചാൽ കഴിക്കുമോ? അന്നേരം അവർ പറഞ്ഞ് വേണ്ട, പിന്നെ നമ്മൾ കഴിക്കൂല, നമുക്ക് വേണ്ടാന്നെല്ലാം പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഞാൻ ചോദിച്ച് ഇതേപോലെ ആക്കിയാൽ ഇങ്ങനെ പൊള്ളിച്ചാൽ കഴിക്കുമോ എന്നെല്ലാം ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ നമ്മൾ നോക്കി നോക്കാം, ടേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കേട്ടോ ഈ പൊള്ളിക്കേണ്ട ഇത് വന്നത്. അപ്പോൾ ഞാൻ പിന്നെ പൊള്ളിക്കാൻ വിചാരിച്ച്. കറി വെച്ചാൽ പിന്നെ നമ്മൾ മാത്രമേ കഴിക്കലുണ്ടാവില്ല, എന്തായാലും ബാക്കിയാവും മീനെല്ലാം. പിന്നെ ഇക്കാവും അങ്ങനെ കഴിക്കൂല കേട്ടോ. കറിയിലിട്ട മീനൊന്നും അങ്ങനെ അധികം കഴിക്കൂല. പൊരിച്ചാലെല്ലാം ഇങ്ങനെ കഴിക്കുന്നതല്ലാണ്ട് പിന്നെ കഴിക്കൂല. ഉമ്മാക്കും ഇങ്ങനെ അങ്ങനെ മീനൊന്നും വേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും പുള്ളിക്കാന്ന്. അപ്പോൾ നല്ല ചുളി ഉണ്ടായിന് കേട്ടോ. മൊത്തം ഇങ്ങനെ തെറിക്കുന്നുണ്ടായിന്. ലാസ്റ്റ് ഞാൻ വിചാരിച്ച് പുറത്തുനിന്ന് തന്നെ കട്ട് ചെയ്യാൻ നിരയിച്ചിട്ടാണ്. അപ്പോൾ ഒരു പൂച്ചയുണ്ട് കേട്ടോ. അപ്പം അതിങ്ങനെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ അടുത്ത് തന്നെ നിന്നിട്ട് ഇങ്ങനെ കളിക്കലാണ്. അപ്പം മാന്തിയൊന്നും ചെയ്യേണ്ട വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനിങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഇട്ട് കൊടുക്കും. ഞാൻ ഇല്ലത് ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അപ്പം കുറേ അങ്ങനെ പൂച്ചൻ്റെ ഇതൊന്നും ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. ഇപ്പോൾ ഇടുന്നോ ഒന്ന് വന്നിട്ടുണ്ടായിന് ഇങ്ങനെ പൂച്ച. ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിന്. അപ്പം പിന്നെ വന്നാലും നല്ലോണം വിശന്നിട്ടെല്ലായിരിക്കും വരില്ല. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കും. പൂച്ചക്ക് കൊടുക്കുന്നതും എല്ലാം നല്ല കൂലിയാണെന്നല്ല. അപ്പം പിന്നെ അങ്ങനെ കൊടുക്കലാണ് കേട്ടോ. അപ്പം അതിലെല്ലാം ചൂളിയും എല്ലാം കളഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് ആ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് വെള്ളത്തോടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ ചൂളി ഇതാണ്ട് ആ മീനും ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്.
ആ വായ ഭാഗത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല, ആ ചിറക് മാത്രം കട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ആവോലിക്ക് പിന്നെ അധികം കച്ചറയൊന്നും ഉണ്ടാവില്ല, അധികം അങ്ങനെ വേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാ ഇങ്ങനെ ഇത്ര പോലെ കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിന് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ടായിന്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളും എല്ലാം നല്ലതുപോലെ ഒന്ന് ക്ലീൻ ആക്കും കേട്ടോ. ആ ചെകിലേൻ്റെ ആടെയെല്ലാം നല്ലോണം ഒന്ന് പൈപ്പ് അടിച്ചിട്ട് തന്നെ ഒന്ന് ക്ലീൻ ആക്കും. അപ്പം വാല ആദ്യം ഞാൻ വിചാരിച്ച് വാല് കട്ട് ചെയ്യേണ്ടത്, പിന്നെ വിചാരിച്ച് കട്ട് ചെയ്യുക, അപ്പോൾ അത് കണ്ടിട്ട് ഇനി മക്കളൊന്നും തിന്നാതെ കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ വാല് കട്ട് ചെയ്തട്ടോ. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ആദ്യം എടുത്തിട്ടുണ്ട്. ആ ചെകിളനാടി അവിടെയെല്ലാം ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വരയിട്ട് കൊടുക്കട്ടെ കേട്ടോ. വരയിട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാനൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ ഉണ്ടായിന് കേട്ടോ, നല്ലൊരു വലിയ മീനാണ് കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. അപ്പോൾ ഇതാ ഇപ്പുറത്തെ ഭാഗം അതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇതേപോലെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുളകെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന്. എൻ്റെ ഈ കത്തി കൊണ്ട് നല്ല പോലെ മീനും ഇറച്ചിയെല്ലാം മുറിക്കാൻ കഴിയും കേട്ടോ. പിന്നെ സവാളയും അതും എല്ലാം നല്ലതുപോലെ മുറിക്കാൻ കഴിയും. ഇറച്ചിയെല്ലാം മുറിക്കാൻ ബെസ്റ്റാണ് കേട്ടോ ഈ കത്തി. എനിക്ക് ഈ കത്തി ഇല്ലാണ്ടാവില്ല, എത്ര ചെറിയ കത്തി കിട്ടിയാലും എനിക്ക് ഈ കത്തി തന്നെ, എല്ലാത്തിനും ഞാൻ ഈ കത്തി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കൽ. സവാളക്കായാലും എന്തിനായാലും ഈ കത്തി തന്നെയാണ് ഉപയോഗിക്കൽ. ആ സമയം കറണ്ട് പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് കഴുകിയിട്ട് ആവോലി മീൻ കഴുകിയിട്ട് അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിന്. ഇനി ഇതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായി. ഏകദേശം 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ മീനിലേക്കുള്ള മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഞാനൊന്ന് പേസ്റ്റ് നല്ലോണം ചതച്ചെടുത്തതാണ് കേട്ടോ, പേസ്റ്റാക്കി എടുത്തിട്ടില്ല. നല്ലോണം മിക്സിയിലിടാണ്ട് തന്നെ പിന്നെ നമ്മൾ കുത്തുന്ന കല്ലിൽ അതിൽ നല്ലോണം ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടാൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല ഇങ്ങനെ പെരക്കി വെക്കുമ്പോൾ നല്ലൊരു പിന്നെ മീനിൽ വേഗം പിടിക്കാനും മസാല നല്ലതുപോലെ സെറ്റാകാൻ വേണ്ടിയിട്ടും നല്ലൊരു മണവും കിട്ടും കേട്ടോ ഈ മസാലയ്ക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വേഗം മീനിൽ പിടിക്കും കേട്ടോ, സെറ്റായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിൽ വേണമെന്നില്ലക്ക് പിന്നെ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കട്ടെ, നാരങ്ങ നീരോ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഞാനത് ഇതിൽ ആഡ് ചെയ്യുന്നില്ല, എനിക്ക് പുളി അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ മസാല ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആവോലി, അത് എടുക്കുക. എന്നിട്ട് ഈ മസാല എല്ലാ ഭാഗത്തും ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഉൾഭാഗവും നമ്മളെ മീനിൻ്റെ ആ കീറിട്ട ഭാഗമെല്ലാം നല്ലോണം ഒന്ന് മസാല നല്ലോണം പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ നല്ലോണം മീനിലേക്കെല്ലാം ഒന്ന് പിടിപ്പിച്ച് കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തും മസാല എത്തിക്കണം കേട്ടോ. അതിൻ്റെ ഉൾഭാഗവും ഇങ്ങനത്തെ ഈ കീറിൻ്റെ ഭാഗവും ഈ ചെകിളൻ്റെ ഭാഗവും എല്ലാ ഭാഗത്തും മസാല നല്ലോണം പിടിക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ കേട്ടോ നമുക്ക്. ഇങ്ങനെ വെച്ചിട്ട് തന്നെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഈ മസാലയിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓയിൽ ഒഴിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ മസാല
പിന്നെ നല്ല വൃത്തിയിൽ മീനിൽ പിടിക്കുന്നത് സെറ്റായി നിൽക്കുന്നത് കേട്ടോ. ആ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ ഇതേപോലെ മീനിലെല്ലാം നമ്മൾ മസാല പിടിപ്പിക്കുമ്പോൾ നല്ല വൃത്തി ആ മീനിൽ സെറ്റായി നിൽക്കും കേട്ടോ. ഇതാ എല്ലായിടയ്ക്കും ഞാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതാ ഈ ചെകിളേൻ്റെ ഇടയ്ക്കും ഇവിടെയെല്ലാം നല്ലോണം ഒന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. മസാല എല്ലായിടയ്ക്കും ഇതാക്കണം. ഇതിൻ്റെ ഉൾഭാഗമെല്ലാം നമുക്ക് ആ മസാല അതിൽ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നാലും ആ പൊള്ളിച്ചിട്ട് എടുക്കുന്ന സമയമെല്ലാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ലതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മസാലയെല്ലാം നല്ലതുപോലെ മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നമ്മൾ പിന്നെ ഇട്ട ഭാഗം ഇങ്ങനെ വരയിട്ട ഭാഗമെല്ലാം നല്ലതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല കറക്റ്റാണ് കേട്ടോ. ഈ മസാല ഇതിന് അധികവും കുറവായിട്ടൊന്നുമില്ല ഈ മസാല. ഇതാ ഓയിൽ ഒഴിച്ചുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മീനിൽ വേഗം തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. ഞാനിവിടെ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം നമുക്ക് എന്താക്കാം, പിന്നെ ഇലയില്ലേ, ഇല വാട്ടി കൊടുക്കാം കേട്ടോ. നമുക്ക് പൊള്ളിക്കാൻ വേണ്ടത് ഇല. അപ്പോൾ ഇല വാട്ടി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം ഒന്നും വാട്ടി കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് മടക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന രീതിയിൽ പൊട്ടാത്ത വിധത്തിൽ ഒന്ന് വാട്ടി കൊടുക്കണം. അപ്പോൾ ഞാനതൊന്ന് വാട്ടി കൊടുക്കട്ടെ. അപ്പം ബാക്കി പിന്നെ ഇലൻ്റെ ആ ഒരു ഇതെല്ലാം കിട്ടണമെങ്കിൽ പിന്നെ നമുക്ക് ആ മീൻ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് വേവിക്കണം കേട്ടോ. അന്നേരം ആ മീനിലേക്ക് ഇലൻ്റെ ടേസ്റ്റും എല്ലാം നല്ലതുപോലെ പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വാട്ടിയാൽ മതി എന്ന് പറയുന്നത് കേട്ടോ. മുമ്പൊക്കെ പിന്നെ ഉമ്മുമാരെല്ലാം ഉണ്ടാകുമ്പോൾ, മുമ്പെല്ലാം തറവാട്ടിലെല്ലാം ഉണ്ടാകുമ്പോൾ പിന്നെ അടുപ്പിലെല്ലാം വെച്ചിട്ട് വാട്ടുന്നതാണ് നല്ലൊരു രസമായിരിക്കും. അടുപ്പിലെല്ലാം വെച്ച് വാട്ടുമ്പോൾ നല്ലൊരു മണവും വരും കേട്ടോ ഇലൻ്റെ. പക്ഷേ ഇപ്പോൾ ഗ്യാസിലൊന്നും വെച്ച് വാട്ടുമ്പോൾ അങ്ങനെ വല്ല മണമോ ഇല വാട്ടുമ്പോൾ ഇല്ല ഒരു മണമോ അങ്ങനെയൊന്നും വരുന്നുമില്ല. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇല വാട്ടാൻ വേണ്ടിയിട്ട്. മുമ്പ് ഇങ്ങനെ അടുപ്പിൽ പത്തിൻ്റെ ഓടിൻ്റെ മീത്ത വെച്ചിട്ടെല്ലാം കേട്ടോ ഇല വാട്ടിയിട്ട് പിന്നെ സ്കൂളിലേക്കെല്ലാം ഇങ്ങനെ ഫുഡെല്ലാം തരൽ. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇല വാട്ടിയിട്ട് അട വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പിന്നെ എല്ലാം തോർത്തിയിട്ട് അട വാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊള്ളിക്കാനുള്ള മസാല റെഡിയാക്കാം കേട്ടോ. മസാല റെഡിയാക്കിയതിന് ശേഷം മീൻ പൊരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണക്ക് നല്ലൊരു മണം കിട്ടും. ഞാനിവിടെ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 4 മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ മീനായതുകൊണ്ട് തന്നെ അത്യാവശ്യം മസാല വേണമെന്ന് വെച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ്. അപ്പം പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ മസാല ആയിക്കോട്ട് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ ഇത് കറക്റ്റായിന് കേട്ടോ. അതിന് ഞാൻ വിചാരിച്ചതിന് കുറച്ച് കൂടുതലാവും ഒന്നുണ്ടായിന്. മസാല കുറച്ച് കൂടുതൽ തന്നെ വേണം എന്നില്ലാന്ന് കേട്ടോ ഞാനാക്കിന്. പക്ഷെ അതിന് കറക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സവാള വാട്ടിയെടുക്കാം കേട്ടോ. ഈ സവാള ഇങ്ങനെ ചെറുതായിട്ട് തന്നെ അരിയാൻ ശ്രദ്ധിക്കണം കേട്ടോ. നീളത്തിൽ അരിയാൻ പിന്നെ നീളത്തിൽ അരിഞ്ഞൂടെ. നമുക്ക് ആ സവാള ചെറുതായിട്ട് തന്നെ അരിഞ്ഞാലേ കാണാനും ഒരു ടേസ്റ്റ് ഉണ്ടാവും, കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും, വേഗം വാടിയും ചെയ്യൂല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ചെറുതായി അരിയാൻ ശ്രദ്ധിക്കണം. ഇനി ഞാൻ കുറച്ച് സമയം ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊത്തി വെച്ച് കൊടുത്താൽ സവാള വേഗം വഴണ്ടി വന്ന് കിട്ടും.
അപ്പോൾ ഇതാ സവാള നല്ലോണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഞാനിതാ തുറന്നെടുത്തിട്ടുണ്ട്. ഇനി ഇത് അതേപോലെ ആദ്യം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെറിയ മോൻ വീണിട്ടുണ്ടായിട്ടാ. ആ ചെറിയ മോന് സ്റ്റെപ്പിൻ്റെ അടുക്ക നിന്നിട്ട് അങ്ങനെ വീണിട്ടുണ്ടായിട്ടാ. വീണിട്ട് നല്ലതുപോലെ ചുണ്ടെല്ലാം പൊട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നപ്പോൾ വീണതാണ്. അപ്പോൾ ചുണ്ട് പൊട്ടിയിട്ട് നല്ലതുപോലെ ചോരയെല്ലാം വന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ കുത്തി വെച്ചിട്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം അധികം തക്കാളി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഇവിടെ പുളിവെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി പുളിവെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ തക്കാളി കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതും ഞാൻ കുറച്ച് സമയം ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട്, വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇത് ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. സവാളയും തക്കാളിയെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചുണ്ട് പൊട്ടിയിട്ട് നല്ലോണം ചോര വന്നിട്ടുണ്ടതിന്. അപ്പോൾ ഇങ്ങനെ കരഞ്ഞിട്ട് ലാസ്റ്റ് ഉറങ്ങി കേട്ടോ. ഉറങ്ങിയിട്ട് അവിടെ കടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ടിട്ട് വേവിക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പൊള്ളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സവാളയും തക്കാളിയെല്ലാം നല്ലതുപോലെ വഴണ്ടി വരണം. പിന്നെ നല്ല ഗോൾഡൻ കളർ തന്നെയാണ് കേട്ടോ സവാള. എല്ലാം നല്ലതുപോലെ മിക്സായി കിട്ടണം കേട്ടോ. അപ്പോൾ കറിവേപ്പില മസ്റ്റാണ് കേട്ടോ ഈ പൊള്ളിക്കുന്നതിന്. കറിവേപ്പിലയാണ് അതിൻ്റെ മെയിൻ. ആ മണവും എല്ലാം കിട്ടുന്നത് കറിവേപ്പിലയാണ്. അപ്പം അത് ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. അതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. മുളക് പൊടിയും കുരുമുളക് പൊടിയെല്ലാം ആഡ് ചെയ്തതല്ലേ. അപ്പം എരിവുണ്ടാവും, അത്യാവശ്യം നല്ലതുപോലെ തന്നെ എരിവുണ്ടാവും. അപ്പോൾ മക്കൾക്കെല്ലാം പിന്നെ അതിന് പച്ചമുളകും കൂടെ ആഡ് ചെയ്താലും നല്ലതുപോലെ എരിയും. അപ്പോൾ മക്കൾക്കെല്ലാം അത് ഇഷ്ടപ്പെടില്ലല്ലോ. കുട്ടികളെല്ലാം ഉണ്ടാകുമ്പം എരിവ് അത്ര വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പച്ചമുളക് ആഡ് ചെയ്തിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാത്ത ആവശ്യമില്ലാന്ന്. ഇനി ഇതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി നമ്മൾ മീൻ പൊരിക്കുമ്പോൾ ചേർത്ത് കൊടുത്തതിനല്ല. അപ്പോൾ കുറച്ച് മതിയാവും കേട്ടോ, ഒരു നുള്ളു മതിയാവും. ആ ഒരു നിറത്തിന് വേണ്ടിയിട്ട് മാത്രം. ഇനി ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളകും മീനിൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ആ പച്ചമണം മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പൊടികളെല്ലാം വേഗം കരിഞ്ഞു പോവും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കാം കേട്ടോ. ആ മസാലയിൽ ഈ പൊടികളെല്ലാം നല്ലോണം ഒന്ന് പിടിക്കണം. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി പൊടികളുടെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം ഞാൻ നേരത്തെ പുളിയും വെള്ളം കുറച്ച് പുളി എടുത്തിട്ട് കലക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് പുളിയും വെള്ളം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇതിൽ കൂടുതൽ തക്കാളി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ കുറച്ച് തക്കാളിയും കുറച്ച് പുളിയും വെള്ളവും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മീനിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പുളിയും വെള്ളം. അപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പെല്ലാം നല്ലോണം ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. മീൻ പൊരിക്കുന്നതിൽ ഉപ്പുണ്ടാവും, അതും നോക്കിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ചേർത്ത് കൊടുക്കുമ്പോൾ.
ഇതെല്ലാം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പുളിയും വെള്ളവും മസാലയും എല്ലാം കൂടി ഒന്ന് സെറ്റ് ആട്ടാ. ഇതാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പൊത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിതാ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ തന്നെ പൊടിൻ്റെയും എല്ലാത്തിൻ്റെയും ഒന്ന് പച്ചമണം ഒന്നും പോയി കിട്ടാട്ടാ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ അപ്പുറത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ അടുപ്പിലേക്ക് എനിക്ക് മീൻ പൊരിക്കണം കേട്ടോ. അപ്പം അത് ലോ ഫ്ലെയിമിൽ ഇപ്പുറത്തെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലത്തെ ഒരു പാനാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ കണക്കാവുമോ അറിയില്ല ആ മീൻ. പാൻ ചൂടായതിന് ശേഷം ഇതാ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞിട്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോൾ. നല്ലൊരു മണമാണ് കേട്ടോ വെളിച്ചെണ്ണക്ക്. ഓയിൽ ചൂടായതിന് ശേഷം ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. പിന്നെ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കും അതിൻ്റെ ഉള്ളിൽ വേവാൻ വേണ്ടിയിട്ട്. ഇതാ പുറത്ത് വാല് മാത്രം പുറത്തേക്കായിട്ടുണ്ട് കേട്ടോ. അത് അതിൽ പിടിക്കുന്നില്ല. ഇതിൻ്റെ മീത്ത ഇതാ കുറച്ച് കറിവേപ്പില ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ ഈ കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും അല്ലേ. മീൻ പൊരിക്കുന്നതിന് നല്ലൊരു മണം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മീനിൻ്റെ വാല് മാത്രം പുറത്തായിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഭാഗം മാത്രമേ പോയിട്ടുള്ളൂ. ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിന്. ഇനി ഇതാ എണ്ണയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇതിങ്ങനെ അമർത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അത് നല്ലോണം ഒന്ന് പൊരിയിട്ട് ഇരച്ചിട്ട് ഫ്രൈ സ്പൂണിലേക്ക് ഒന്ന് ടച്ചായിട്ട് ഇരച്ചിട്ട് നല്ലതുപോലെ അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അതിനൊന്ന്. അപ്പോൾ ഇത് എനിക്ക് ഇങ്ങനെ തിരിച്ചിടാൻ കഴിഞ്ഞിട്ടേ ഉണ്ടായിട്ടാ. ഇത് ഇങ്ങനെ തിരിച്ചിടൽ ഒരു പിടി ഉണ്ടായിട്ട്. അപ്പോൾ ഞാനൊരു സ്പൂണും ഇതും വെച്ചിട്ട് തിരിച്ചിട്ടോട്ടെ ലാസ്റ്റ്. ഇത് പൊട്ടിപ്പോകുന്ന പേടിയുണ്ടായിന് എനിക്ക്. നല്ല തിരിച്ചിടാനൊരു പേടി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് പൊട്ടിപ്പോകുന്നു. അപ്പോൾ ഇതാ ഒരു ഭാഗം നല്ലതുപോലെ ആയിട്ടുണ്ട് ഈ മീനിൻ്റെ. ഇനി മറ്റേ ഭാഗവും ആവട്ടെ കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും എല്ലാം ആ മസാലേൻ്റെ എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഈ മീൻ പൊരിയുമ്പോൾ. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് സമയം ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും എല്ലാം ആയിട്ട് ഈ ആവോലി മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല പൊരിഞ്ഞിട്ടുണ്ട്. തലൻ്റെ ഭാഗമെല്ലാം നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. പൊട്ടാണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ മീൻ പൊരിക്കുമ്പോൾ. ആ വാലിൻ്റെ ഭാഗവും എല്ലാം ഒന്ന് പൊരിഞ്ഞ് വന്നിട്ട് തന്നെ ഉണ്ടായിന്. അപ്പോൾ ഇതാ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനെല്ലാം ആയിട്ടുണ്ട്. എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. ഇപ്പോൾ കാണുന്നില്ലേ ആ ഒരു മീൻ നല്ലതുപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ടായിന്. ഇനി ഞാനിതാ നേരത്തെ വാട്ടി വെച്ച ഇല എടുത്തിട്ടുണ്ട്. മസാലയും മീനും എല്ലാം അടുത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മസാല ഞാൻ ആദ്യം ഈ ഇലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മസാല ആദ്യം അടിഭാഗത്ത് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ എൻ്റെ മോനെല്ലാം ഇടുന്ന അടുത്തുനിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇങ്ങനത്തെ എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇലയിൽ ചുറ്റുന്നത് അങ്ങനെയെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ആ മസാല ഇട്ടതിന് ശേഷം ഞാൻ മീൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ പിന്നെ അത് എടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ ആദ്യം ഞാൻ എടുക്കുമ്പോൾ എനിക്ക് തോന്നിയിന് ഇത് പൊട്ടിപ്പോകുന്നു. അപ്പോൾ ഞാനൊരു കൈയും വെച്ചിട്ട് എടുത്തിട്ട് ഇട്ടതാണ് കേട്ടോ. എന്താ വെച്ചാൽ വെയിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും പൊട്ടിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഈ പൊരിച്ചതിൻ്റെ ബാക്കി ഇങ്ങനെ മുളക് വരുന്നില്ലേ, അത് നമുക്ക് ആ മസാലയിലേക്ക് തട്ടിക്കൊടുക്കാം കേട്ടോ. എന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ആ മസാലയ്ക്ക്. ആ മീനിൻ്റെ പൊരിച്ചതിൻ്റെ പൊടിയെല്ലാം അല്ലേ, അപ്പോൾ അത് ഇട്ടിട്ട് മസാലയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലക്കെല്ലാം നല്ല മണം ഉണ്ടാവും കേട്ടോ. ഇനി ഇതാ മീനിൻ്റെ മീത്തെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. മൊത്തത്തിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ആ കയ്യിലോടാവായിട്ട് ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്പൂണോടാകുമ്പോൾ നല്ല വൃത്തിയാകുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഞാനൊന്ന് ശരിക്കൊന്ന് മസാല പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മീനിൻ്റെ ഉൾഭാഗവും എല്ലാ ഭാഗത്തും ആ തലഭാഗവും എല്ലാം എടുക്കും നല്ലതുപോലെ മസാല ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണമുണ്ട് കേട്ടോ ഈ മസാല. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം വിചാരിച്ച് പത്തിലിടാന്ന് കേട്ടോ. പത്തിലും ഇങ്ങനെ പൊള്ളിച്ചതും ആക്കാമെന്ന് വിചാരിച്ച്. മക്കളെല്ലാം പറഞ്ഞ് പൊറോട്ട വേണം, പൊറോട്ട മതി, പൊറോട്ടയാണ് ഇതിന് രസം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പൊറോട്ട തന്നെ ഓർഡർ ചെയ്തട്ടോ. പിന്നെ പത്തിലിടേണ്ട ആവശ്യമില്ലല്ലോ, പണിയും കുറഞ്ഞല്ല. ഏതായാലും പൊറോട്ടയിലേക്ക് തന്നെ പിടിച്ചട്ടാ. പൊറോട്ട മതി എന്ന് പറഞ്ഞിട്ട് പൊറോട്ട വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിട്ടാ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ ഞാൻ എല്ലാ മസാലയും എല്ലാം മീനിലേക്ക് മൊത്തമായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. മസാലയെല്ലാം മീനിലേക്ക് നല്ലതുപോലെ ഒന്ന് ഇറങ്ങണം. കറക്റ്റാണ് കേട്ടോ ഈ മസാല, ഈ മീനിന് കറക്റ്റാണ്. ഇതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മടക്കിയെടുക്കണം. കാണാൻ നല്ല രസമില്ലേ. അപ്പം മടക്കിയെടുക്കുമ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നതാട്ടാ. ഇതിൻ്റെ മീത്തെ ഇങ്ങനെ മുതുമ കറിവേപ്പില വെച്ച് കൊടുക്കാനുണ്ടായിന്. അപ്പോൾ അത് മറന്നിട്ടുണ്ടായിന്. അപ്പോൾ അത് ഞാനൊന്ന് ആദ്യം അലത്തിയിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ. ഇതാദ്യം എനിക്ക് ഭയങ്കര പേടിയുണ്ടായിന്. എനിക്കെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുമ്പ് ഒരു വീഡിയോയിൽ, ഇലയും മടക്കാനറിയില്ല. പൊതിച്ചോറെല്ലാം കിട്ടുമ്പോൾ അങ്ങനെ പൊതിച്ചോറ് മടക്കാനോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം നല്ല പേടിയുണ്ടായിന് ഇത് മടക്കിയാൽ ഫ്ലോപ്പ് ആവും, ഒന്നാമത് മീനെല്ലാം പൊട്ടിപ്പോകാനും ഇതാക്കാനെല്ലാം ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയെല്ലാം ചിന്തയുണ്ടായിന്. അപ്പോൾ ഇതിൻ്റെ മീതെ ഞാനൊരു കറിവേപ്പില ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്ന് ആദ്യം മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് മടക്കേണ്ടതെന്ന് മനസ്സിലായി കേട്ടോ. ആദ്യം മടക്കിയപ്പോൾ തന്നെ ഇതേപോലെയാണ് മടക്കി വെക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ വാഴൻ്റെ നാര് ഞാൻ പറിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കെട്ടി വെക്കണം. അപ്പോൾ ഇത് നേരത്തെ ഇതിൻ്റെ അടിയിൽ വെക്കണ്ടേയിരുന്നു കേട്ടോ ആ വാഴൻ്റെ നാര്. പക്ഷെ എനിക്കത് മിസ്സായിപ്പോയി. അപ്പോൾ ഞാനിത് മീത്ത കൈ വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് വേഗം കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ രണ്ടാമത് കെട്ടുന്നത് ചെറുതാണ് കേട്ടോ. വാഴൻ്റെ നാര് എങ്ങനെയും കണക്കാകുന്നുണ്ടായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് എത്തുന്നേ ഉണ്ടായിട്ട്. അപ്പം പിന്നെ ഞാനെന്താക്കി വേറൊരു നാര് അതിൻ്റെ ഒക്കെ കൂട്ടി കെട്ടിയിട്ട് ഒന്നിച്ച് കെട്ടി കേട്ടോ. അപ്പോൾ ആയിട്ടുണ്ടായിന്, നല്ല വൃത്തിയായിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ആദ്യം അയച്ചിട്ട് വേറൊരു നാരും കൂടെ അതിൻ്റെ ഒക്കെ കൂട്ടി കെട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ നല്ലതുപോലെ കെട്ടുകയും ചെയ്ത കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ കെട്ടിയിട്ടുണ്ടതിന്. അധികം ടൈറ്റ് ആക്കാണ്ട് ലൂസിലാന്ന് കേട്ടോ കെട്ടിയിട്ടുണ്ടതിന്. അപ്പോൾ
അപ്പോൾ ഇത് കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മസാലയാക്കിയ പാനില്ലേ അത് കഴുകിയിട്ട് ഒരു അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ ആദ്യം ഞാൻ നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ എല്ലായിടക്കും എത്തുമെന്ന് പറഞ്ഞിട്ട് എല്ലാം ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഓയിൽ നമുക്ക് വേണ്ട. ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ആ ഓയിൽ ഞാനിതാ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ബാക്കി വന്ന ഓയിൽ എന്താക്കി ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചുറ്റിച്ച ഓയിലേ വേണ്ടു. ഇതാ ഈ മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മൾ വാഴയിൽ കെട്ടിയ മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു വാഴൻ്റെ ഇലൻ്റെ മണമെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ മറ്റേ ഭാഗവും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ മീൻ പൊട്ടിപ്പോകാനും ഉടഞ്ഞു പോകാനെല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓയിലെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ഇറങ്ങി വരും കേട്ടോ പുറത്തേക്ക്. അപ്പോൾ ഇതാ രണ്ടാമത്തെ ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിൽ വേവിച്ചിട്ട് പിന്നെ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വേവിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മീൻ പൊള്ളിച്ച ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്ത് അപ്പോൾ ടേബിൾ మీద പൊറോട്ടയും മത്തി മുളക് കറി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതും ഇതന്നെ മതിയാവും. എന്നാലും ഒരു കറിയില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അത് വെച്ചിട്ട് മത്തി മുളക് കറി വെച്ചിട്ടുണ്ടായിന്. അപ്പം ഇതാ ഞാൻ പൊട്ടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ആ ചൂടോടെ തന്നെ കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിന്. എന്നാലും കൈ പൊള്ളുന്ന ചൂടുണ്ടായിട്ടാ കേട്ടോ. അത്രയും ഉണ്ടായിട്ട് എന്നാൽ ഇതാ മക്കളിങ്ങനെ ഗോലി സോഡയോ എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടോ അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തുറക്കുന്നത് എല്ലാവരും നോക്കിയാണ് എന്നിട്ട് ചെയ്യുന്നത്. ആ തുറക്കുന്നത് കാണാനും അതിൽ നിന്ന് നുള്ളിയെടുക്കുന്ന കാണാനെല്ലാം ഒരു രസം തന്നെയല്ലേ. അപ്പോൾ ഞാൻ ഒരു പൊറോട്ട എടുത്തിട്ട് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ചേട്ടാ. അപ്പോൾ ഇതാ കറിവേപ്പിലെല്ലാം നല്ലതുപോലെ വാടിയിട്ട്. അപ്പോൾ ഇതാ നുള്ളുന്നുണ്ട്. നല്ല കുറച്ച് പൊള്ളുന്നുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് നിൽക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയും ഇല്ലാത്ത മണം വരുന്നുണ്ട്. അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ആ വാഴൻ്റെ ഇലൻ്റെയും ആ മസാലേൻ്റെയും മീൻ്റെയും എല്ലാ മണവും നല്ലതുപോലെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റും ഉണ്ട്, പിന്നെ നല്ല മണവും ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അവൻ്റെ മക്കളൊന്നും മീൻ കൂട്ടലുണ്ടായിട്ട് അപ്പോൾ അവർ വരെ കഴിച്ചിട്ടുണ്ടായിന് കേട്ടോ. അവർക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ.